എടാ ഒടുക്കത്തെ വിശപ്പടാ. എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. ഇനി കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് 108 കിലോമീറ്റർ ഉണ്ട് മണിപ്പാലിലേക്ക്. അവിടെ ചെന്നിട്ടാണ് കഴിക്കാൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ശവത്തിനെ തിരിക്കേണ്ടി വരും. പറഞ്ഞേക്കാം. എടാ എനിക്ക് വിശക്കണ്ട. വണ്ടി എടുത്തിട്ട് വാങ്ങിച്ചോന്നുള്ളൂ ചോറെന്തെങ്കിലും. വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി. നോക്കട്ടെ. പഞ്ചാബി ദാബ. ഈ പെരുവയറിന് വല്ല വാങ്ങിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവൻ നമ്മളെ പിടിച്ച് തിന്നും. ഇവനാരാ? പൊറോട്ട റേപ്പിസ്റ്റോ? ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്ത് വൃത്തികെട്ട ചിക്കൻ കറിയാടാ ഇത്. വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല. ആരും കഴിക്കല്ലേ. വിട്ടേക്കടാ. എങ്ങനെ വിടാൻ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ ഇത്, ചോദിക്കണമല്ലോ. ഇങ്ങോട്ട് വന്നേ. ആരോടെ ചിക്കൻ കറി ഉണ്ടാക്കിയത്? തന്റെ മാനേജറെ വിളിക്ക്. നീ കഴിക്കാതിരുന്ന ചോദിക്കണം സാമേ. മാനേജറെ വിളിക്കണോ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ. Yes, I am the manager. What do you want? ഇതുപോലത്തെ 2 പ്ലേറ്റ് ചിക്കൻ കറിയും കൂടെ വേണമായിരുന്നു. നിങ്ങക്ക് വേണ്ടേ? വേണമെന്നു. ഇവന് 2 എണ്ണം പാഴ്സല്. ഒന്ന് എന്റെ വക ഫ്രീ. നല്ല രുചി. സാമേ, എന്താടാ? കാർണിവൽ. കാർണിവല്ലോ? സാമേ, നീ എന്തൊക്കെയായി പറയുന്നത്? കാർണിവൽ നടക്കുന്നുണ്ട്. എനിക്ക് പോകണം. എടാ, നമുക്ക് മണിപ്പാലിലേക്കല്ലേ പോണ്ടത്. നീ പഠിച്ച കോളേജില് അവിടെ പോകാനല്ലേ ഡോക്ടർ പറഞ്ഞത്. വേണ്ട, അവൻ എങ്ങോട്ടാണോ പറയുന്നത് അങ്ങോട്ട്. അത് മതി. വാ, എഴുന്നേക്ക്. വാ. ഒരു വിരലിടാൻ സ്ഥലമില്ലാതെ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങിയവനല്ലേ നീ. ഇനി ഈ കടലക്കൂടെ എവിടെ സ്ഥലം? ഇത് കടലാന്ന് ആരാ പറഞ്ഞേ? ഇത് ബീഫ് ഫ്രൈ അല്ലേ? അതെ, ഈ രീതിയിലാണ് അനിയന്റെ തീറ്റയെങ്കിൽ ബാക്കി യാത്ര പോകാൻ ലോക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. ഒടുക്കത്തെ ബില്ല. ഒന്ന് കേറാവോ? ബീഫ് ഫ്രൈ തൊണ്ടേ കൊടുക്കും. കാർണിവൽ എവിടെയാണ് നടക്കുന്നത്? നിനക്ക് വഴി അറിയോ? ഇല്ല. ഇവിടെ അടുത്തെവിടെയോ ഒരു പഴയ കൊട്ടാര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. ആ പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് പോവാ. നിന്നോട് ആരും പറഞ്ഞു? കടയിലെ കാഷ്യർ ഏട്ടൻ പറഞ്ഞതാ. ഇനി ഇവൻ ഈ പറയുന്ന കാർണിവൽ അതായിരിക്കും. ചുമ്മാ വേണമെങ്കിൽ പോവാടാ. വേഗം വിട്ടാ ലോറി പിടിക്കാം. എന്നാ വിട്ടോ, പെൺകുട്ടികൾ മാത്രമുള്ള ഡാൻസ് ഉണ്ടെന്ന്. വണ്ടി നിർത്ത്. എന്താ ആ പെൺകുട്ടികൾക്ക് വണ്ടി മിസ്സായി. ചേട്ടാ, ഹലോ, ഭയ്യാ, സ്റ്റോപ്പ്. ഹലോ, ചേട്ടാ. हमारी गाड़ी, हमारी मदद कीजिए. वो गाड़ी छोड़कर चला गया. Okay, get in. ഇങ്ങോട്ട് വിട്ടേക്ക്. രണ്ടുപേരും വരും. ഒരാളെ വന്നോളൂ. ഉള്ളതാവട്ടെ. ഞാൻ എടുത്ത് കയറ്റിയല്ലോ. जल्दी निकलो ना. പോളി, ഞാൻ ആകെ ടയർഡാടാ. നീ വണ്ടി ഓടിക്കുന്നു? വേണ്ടടാ, ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല. നീ തന്നെ ഓടിച്ചോ. അതല്ല, വണ്ടിയുടെ ഓക്കെ. എല്ലാരും പിടിച്ചിരുന്നോണം. ഞാൻ ആദ്യമേ പിടിച്ചു. പെമ്പിള്ളാരെ അല്ല, വണ്ടിയിൽ. ചേട്ടാ,
അയ്യോ, ലോറി മാറ്റാൻ ആടിന് മാറ്റോ വേഗം ഒന്ന് പോവാടെ അടുത്ത വണ്ടി എടുത്തോ ലോറി പോയി വേഗം കേറ്. എടാ നമ്പർ നോട്ട് ചെയ്തോ? എത്രയാ കുട്ടിയുടെ നമ്പര്? കുട്ടിയുടെ അല്ല, ലോറിയുടെ. ഛെ, വീണ്ടും തെറ്റിദ്ധരിച്ചു. എന്നാലും നമ്പർ അങ്ങോട്ടാ പോയി നിന്ന് വലത്തോട്ട്. അങ്ങോട്ടല്ലേ? എവിടേക്കാണ് നിന്റെയൊക്കെ മരണപ്പാച്ചില്? അല്ല ഞങ്ങളൊരു ലോറി പിടിക്കാൻ വേണ്ടിട്ട്. ഒരു ലോറിയും പിടിക്കണ്ട, ഇവരെയൊക്കെ ആശുപത്രി കൊണ്ടോട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. ഞങ്ങളുടെ ലോറി പിടിവിട്ടു പോകട്ടെ. ഞങ്ങള് നാട്ടുകാരെ പിടിവിട്ടു പോകും. നീയൊക്കെ ഇവരെ ആശുപത്രി കൊണ്ടോട്ട് ഇവിടുന്ന് പോയാൽ മതി. ആ ശരി ശരി. പ്രശ്നം ഉണ്ടാക്കലേട്ടാ, കൊണ്ടുപോകണം. ആളെ കേട്ടടാ ആദ്യം. സമയം സൂക്ഷിച്ച്. ആ ഹോസ്പിറ്റലിൽ ഇനി അവരെ കയറ്റിയിറക്കാത്ത ഒരു യന്ത്രം പോലും ബാക്കിയില്ല. എക്സ്റേ, സ്കാനിങ് ഒന്നും പറയണ്ട. 25,000 രൂപയാ പൊട്ടിച്ചത്. നീ ഇതെങ്ങോട്ടേ പോകുന്നു? മുന്നോട്ട് അല്ലാതെ भैया അങ്ങോട്ടാ. हमको कैसे भी गाड़ी तक छोड़ दीजिए ना. അതെ 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 മിണ്ടരുത്. ദൈവമേ, ഈ ജന്തുക്കൾ പറയുന്ന ഒരു ഒറ്റ അക്ഷരം മനസ്സിലാവുന്നുമില്ലല്ലോ. മിക്കവാറും ഇത് പുലിവാലാകുമെന്നാ തോന്നുന്നേ. ആ നിർത്ത് നിർത്ത്. പുലിവാലാകുമെന്നല്ല, പുലിവാലായി. ദേ നിൽക്കുന്നു. നീ എന്തിനാ വണ്ടി എടുത്ത്? നീ എന്താ നിർത്തണ്ടെന്ന് പറയുന്നത്? എങ്ങോട്ടാടാ? എങ്ങോട്ടാന്ന്? അതിപ്പം എങ്ങോട്ടാന്ന് ചോദിച്ചാ ഞങ്ങളൊരു ലോറി അന്വേഷിച്ചു പോവാ. ലോറി അന്വേഷിച്ചു? അതെ. എന്താടാ ഒരു ചുറ്റിക്കളി? ഇവരാരാടാ? ഇത് പെങ്ങന്മാരാ. ആണോടി? हमसे हमारा लॉरी छूट गया, बस उसे ढूंढने के लिए हम निकले. അത് കൊള്ളാം. മലയാളം പറയുന്ന ആംഗ്ലമാർക്ക് ഹിന്ദി പറയുന്ന പെങ്ങന്മാർ. എന്താന്നറിയില്ല, ജനിച്ചപ്പം മുതലേ ഇവരിങ്ങനെ രാഷ്ട്രഭാഷ മാത്രമേ സംസാരിക്കൂ. പെശ കാണല്ലോടാ. അത് ഞങ്ങളുടെ അപ്പച്ചനും കുറച്ച് പെശകായിരുന്നു. ഈ രാജസ്ഥാനിലെ ചെറിയൊരു ഇന്റർ കണക്ഷൻ. ഞാനും കുറച്ച് പെശ കാണാ. ഇങ്ങോട്ട് ഇറങ്ങടാ. വഴി തരൂ പെങ്ങന്മാര്, ദേഹത്ത് മുട്ടല്ലേ. ഇതിരിക്കട്ടെ സാർ. ഇരിക്കട്ടെ. വണ്ടി സ്റ്റേഷനിലേക്ക് ഇടറാ. എടുക്കാൻ. എന്നാ സാറ് മുന്നേ പൊയ്ക്കോ, ഞങ്ങള് പുറകെ വരാം. അത് വേണ്ട. ഇവൻ ബൈക്കിലും ഞാൻ ജീപ്പിലും. അയ്യോ, എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. നിന്നെ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാടാ. നടക്കണാട്. കേറ വണ്ടി. അത് സാറേ, എനിക്ക് ശരിക്കും ബൈക്ക് പേടിയാ സാറേ. നിന്റെ പേടി ഞാൻ മാറ്റി തരടാ. കയറാട്. അവന്റെ ഒരു പേടി. കേറിയടാ. പോവാം. പിടിച്ചിരുന്നോണം. നോക്കി നിൽക്കാതെ വണ്ടി ഇടറാ. ഇവൻ പോയില്ലേ സാറേ? ആ സാറിന്റെ വണ്ടി കയറ്റില്ല. സാറേ, ഇവനെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, അവനും കൂടെ കയറിക്കോട്ടെ. സാർ ഇറങ്ങി വാ, നമുക്ക് ഈ പെങ്ങന്മാരോടൊപ്പം ഇരിക്കാൻ. ശരി ശരി. മാറി നിക്കടാ. നോക്കി നിൽക്കാതെ കേറാങ്ങോട്ട്. എടാ നിർത്താൻ. ഞാൻ കേറിയില്ലെന്ന്. എടാ നിർത്താൻ. സാമേ നോക്കടാ,